കുറച്ചധികം തന്നെ കമന്റ്സ് വന്നിട്ടുണ്ട് നമുക്ക്. പീരീഡ്സിന്റെ ടൈമിൽ എന്താ ചെയ്യാ? പീരീഡ്സ് ഉള്ളപ്പോ ഇങ്ങനെ ചെയ്യാൻ പറ്റോ? അങ്ങനെ ചെയ്യാൻ പറ്റോ? ശുദ്ധിയല്ലാത്ത സമയത്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റോ? അങ്ങനെ കുറേ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എനിക്കതൊന്നും കമന്റിൽ നമുക്ക് റിപ്ലൈ കൊടുക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ. ഇങ്ങനെ വോയിസ് പറയുന്നതിനേക്കാളും ടൈപ്പ് ചെയ്ത് അത് ഫലിപ്പിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു പൂർണ്ണമാവാണ്ട് നമ്മള് ആ കുമാരനാശാൻ പറഞ്ഞ പോലെ തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ ഉപായം ഈശ്വരൻ ഇന്ന് ഭാഷ ഇത് അപൂർണമിങ്ങഹോ വന്നു പോവും പിഴയും അർത്ഥശങ്കയാൽ. കുമാരനാശാൻ അല്ലേ അത് പറഞ്ഞത്? ഇനിയിപ്പോ അതിന്റെ പൊങ്കാലയായിരിക്കും എനിക്ക്. അക്കിത്തല്ലല്ലോ, കുമാരനാശാൻ തന്നെയല്ലേ പറഞ്ഞേ? നളിനിയില് അല്ലേ? ആ വിട്ടേക്കിട്ടോ, ആരും ശ്രദ്ധിക്കേണ്ട. ആ അങ്ങനെ അപ്പൊ ഞാൻ ആ വരികൾ എപ്പോഴും ഞാൻ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കും കേട്ടോ. ഒരു മനുഷ്യനും അവരെ ഫീലിങ്സ് അത് അതുപോലെ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ ആ, അത് എന്തായാലും 100% ഒരിക്കലും സാധിക്കൂല എന്ന് തന്നെയാണ് കേട്ടോ എന്റെ വിശ്വാസം. അങ്ങനെ അപ്പൊ ഞാൻ പറയട്ടെ, ഈ പീരീഡ്സ് നമ്മളിപ്പോ ഒന്ന് സംസാരിക്കാൻ എടുക്കുന്ന വിഷയം കുറച്ചധികം കനമുള്ളൊരു വിഷയമാണ്. കാരണം പലവിധ അഭിപ്രായങ്ങൾ പലർക്കും ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് അത്. പിന്നെ വിശ്വസിച്ച് നിരന്തരം പോകുന്ന ആളുകൾക്ക് അത് തിരുത്താൻ ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യം. അങ്ങനെയുള്ളവർക്ക് ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഈ കുട്ടി എന്താ വിളിച്ച് പറയുന്നത്, സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ എന്നൊക്കെ വിചാരിക്കും. അപ്പോ എന്റെ മനസ്സില് ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയ ഒരു സമയം പറയാം. അതായത് ഞാൻ ഒരു +2 സമയത്ത്, +1 പഠിക്കുന്ന സമയത്താണ് ശരിക്കും ഈ ആർത്തവം എന്ന് പറഞ്ഞൊരു സംഭവത്തെ പറ്റി കൂടുതലായിട്ട് ഇങ്ങനെ ചിന്തിച്ച് കാണാൻ തുടങ്ങി. കാരണം ഞാനൊക്കെ പീരീഡ്സ് ആയ സമയത്ത് എൻ്റെ വീട്ടില്, ഞങ്ങളെ വീട് ഒരു എന്താ തറവാടിന്റെ ചുറ്റിലും ബാക്കിയുള്ളവരൊക്കെ വീടെടുത്ത് അങ്ങനെയുള്ള ഒരു അമ്മേന്റെ വീട്ടിലാണ് കൂടുതലും ഉണ്ടായത്. അപ്പൊ അവിടെയൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഉത്സവം, വരവ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വീടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. മണ്ഡപം, പിന്നെ കോമരങ്ങളുടെ വാളെടുത്ത് വെക്കുന്ന സ്ഥലങ്ങള്, കോമരം, അമ്പലത്തിലെ കോമരം കുളിക്കുന്നത് നമ്മളെ വീട്ടിലെ കിണറില്, അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊക്കെ അവിടെ പീരീഡ്സ് ആവാന്ന് പറയുമ്പോൾ ശരിക്കും ഭയങ്കര ഒരു ടെൻഷനാണ്. ഒരു മാസം ആ ദിവസങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞു പോവാൻ അയ്യോ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തൊടരുത്, അങ്ങനെ തൊടാതിരിക്കാൻ, അതായത് ആ വീടിന്റെ ചിട്ടയാണത്. അത് നമ്മളൊരു ചിട്ട എങ്ങനെ ശീലിച്ച് വരുമ്പം അത് അടുത്ത തലമുറയ്ക്ക് കൈമാറി കൊടുക്കും, അങ്ങനെയാണല്ലോ. അപ്പൊ അവര് ചെയ്തത് അവര് ശീലിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് കേട്ടോ. അത് ശ്രദ്ധാപൂർവം അത്രയേറെ നിഷ്കർഷയിൽ ചെയ്തിരുന്ന കാര്യങ്ങളാ. പീരീഡ്സ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു റൂം ഉണ്ടാവും, അവിടെ തന്നെ ഇരിക്കുക. പക്ഷെ എന്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനായിട്ടൊരു റൂം അവർക്ക് തറവാട്ടിലുണ്ടായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു സിസ്റ്റം ഞങ്ങൾക്ക് വന്നില്ല. അപ്പൊ ഓരോരോ തലമുറ കഴിയുന്തോറും ഇതിങ്ങനെ കുറച്ച് ലൂസായി അങ്ങനെ പോവാണല്ലോ. അപ്പോ ഞാനൊക്കെ ഉള്ള സമയത്ത് കുറച്ചു കാലം, എപ്പോഴും അല്ല കേട്ടോ, കുറച്ച് കാലഘട്ടത്തോളം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ ഒരു റൂമിൽ തന്നെ, വേറെ റൂം തൊടാൻ പാടില്ല, സിറ്റ് ഔട്ടിൽ പോകാൻ പാടില്ല, ഇന്ന ചില വാതിലുകൾ കടന്ന് അപ്പുറത്ത് പോകരുത്, കിണർ തൊടാൻ പാടില്ല, നമുക്ക് ഭക്ഷണമൊക്കെ റൂമിൽ കിട്ടും, പിന്നെ ആളുകളെ കുളിച്ചു കഴിഞ്ഞാൽ തൊടാൻ പാടില്ല, അത്രയും ഒരു നമ്മൾ പോകുന്ന വഴി എല്ലാം അങ്ങനെ തുടച്ച് വൃത്തിയാക്കി. അങ്ങനെ എൻ്റെ അമ്മമ്മയായിരുന്നു അതിൽ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് കേട്ടോ. അമ്മമ്മയൊക്കെ അങ്ങനെ കണ്ട് അമ്മമ്മയ്ക്കൊക്കെ പേടിയാണ് ഇതിലെന്തെങ്കിലും തെറ്റ് വരുത്തി കഴിഞ്ഞാൽ, കാരണം ഇവിടുന്ന് വിളക്കും കാര്യങ്ങളൊക്കെ പോകുന്നതാണ്. അങ്ങനെയുള്ള പേടി കാരണങ്ങൾ കൊണ്ട്. അപ്പോ പീരീഡ്സിനെ കുറിച്ച് ഞാൻ മാറി ചിന്തിച്ച് തുടങ്ങിയത്, ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് ഇതിന്റെ പിന്നാലെ പോയത് എപ്പോ തുടങ്ങിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു +1 പഠിക്കുന്ന ആ സമയത്ത് ഞാൻ എപ്പോഴും പൂജിച്ചിരുന്ന, അതായത് ഗുരുവായൂരിന്ന് കൊണ്ടുവന്നേ, എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ കണ്ണൻ, ചെറിയൊരു കണ്ണന്റെ ഫോട്ടോ ഈ കയ്യിൽ ഇങ്ങനെ പിടിക്കാം. കണ്ണന്റെ കുഞ്ഞി ഫോട്ടോ നമ്മൾ കാറിന്റെ ഫ്രണ്ടിലൊക്കെ പണ്ട് വെക്കൂലേ, അതുപോലത്തെ കുഞ്ഞി ഫോട്ടോ, ഒരു ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ ഇത് പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ, കുഞ്ഞി കണ്ണനാണ്, വാവ കണ്ണനാണ് കേട്ടോ. അപ്പൊ ആ കണ്ണന്റെ ഫോട്ടോ അങ്ങനെ പിടിച്ചിട്ടാണ് ഞാൻ, അന്നൊക്കെ എനിക്ക് എന്തെങ്കിലും ഒരു സങ്കടം വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഫോട്ടോ പിടിച്ചിട്ടാണ് കരയുന്നതും, എന്റെ സന്തോഷം വന്നു കഴിഞ്ഞാലും ഈ ഫോട്ടോ പിടിച്ചിട്ടാണ് അതും പറയുന്നത്. എപ്പോഴും ഈ ഫോട്ടോ നമ്മൾ ബുക്കിന്റെ അകത്താ വെക്കുക. അതിനൊരു സ്റ്റാൻഡ് ഉണ്ട്, ഒരു ചില്ലും അതൊരു സ്റ്റാൻഡും. അപ്പൊ ഈ സ്റ്റാൻഡ് എന്തെന്ന് വെച്ചാൽ ബുക്ക് തുറന്നിട്ട് ഏറ്റവും ഫസ്റ്റിൽ വെക്കും. ഈ സ്റ്റാൻഡ് കറക്റ്റ് ആ ബുക്കിന്റെ തിക്നെസ്സിന് അങ്ങ് പോകും. അങ്ങനെയാണ് എന്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാവും. പഠിക്കാൻ പോകുമ്പോഴൊക്കെ എന്റെ ബാഗിൽ ഈ കണ്ണന്റെ ഫോട്ടോ എപ്പോഴും ഉണ്ടാവും. അതെന്റെ കൂടെ പിറപ്പ് മാതിരി ഇങ്ങനെ എപ്പോഴും എന്റെ കൂടെ വരുന്നതാ. അപ്പൊ ആ ഫോട്ടോ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഈ ഫോട്ടോയിലേക്കാണ് കാര്യങ്ങളൊക്കെ പറയാട്ടോ. അങ്ങനെ ഈ ഫോട്ടോ അങ്ങനെ എല്ലാ നേരത്തും പിടിച്ച് ശീലമായല്ലോ. എന്തോ ഒരു ദിവസം ഞാൻ ഒരു കാര്യത്തെ ചൊല്ലി വിഷമിച്ചപ്പം ഈ കണ്ണന്റെ ഫോട്ടോ പിടിച്ച് എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു സങ്കടം വന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു,
ഈ ഫോട്ടോ പിടിച്ചാൽ തന്നെ എനിക്ക് ഭയങ്കര ഒരു സമാധാനം. അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ വീട്ടില് DVD സെറ്റ് ഉണ്ട്, ഹോം തിയേറ്ററിന്റെ. അപ്പൊ അതിന്റെ ടേബിളിന്റെ തൊട്ട് അതില് പാട്ട് വെക്കും. തൊട്ട് താഴെ തന്നെ, ആ ടേബിളിന്റെ തൊട്ട് താഴെ തന്നെ, പാട്ടിന്റെ സെറ്റിന്റെ തൊട്ട് താഴെ തന്നെ ഇരിക്കും ഈ ഫോട്ടോ പിടിച്ചിട്ടിരിക്കുക. ഒരു മൂലക്കൽ ഇങ്ങനെ ഇരിക്കും, ലൈറ്റ് എല്ലാം ഓഫ് ആക്കിയിട്ട്. അപ്പൊ എനിക്ക് എന്തോ ഒരു സമാധാനമാണ്. എന്നിട്ട് നമ്മളെ മയിൽപീലി യേശുദാസ് പാടിയ ദാസേട്ടന്റെ പാട്ടുണ്ടല്ലോ, അതില് അണിവാക ചാർട്ടിൽ നിന്നുണർന്നു കണ്ണ. അയ്യോ, ആ പാട്ട് ഇപ്പൊ പറയുമ്പോ പോലെ എനിക്ക് ഭയങ്കര ഫീലിങ്സ് ആണ് കേട്ടോ. എനിക്ക് പാടാനും ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പാടുന്ന ഒരു സ്വഭാവം എനിക്കില്ല, പക്ഷെ ഞാൻ പാടും. പാടാൻ എനിക്ക് അറിയോ അല്ലെങ്കിൽ അത് കേൾക്കുന്നവർക്ക് എങ്ങനെയാ ഫീൽ ചെയ്യുന്നതൊന്നും നോക്കൂല, പക്ഷെ ഞാൻ പാടും. കാരണം എന്താന്ന് വെച്ചാൽ പാട്ടിന് എനിക്ക് അത്രയും ജീവനാണ്. അണിവാകച്ചാർത്തിൽ നിന്നുണർന്നു കണ്ണാ, തെളിനീരിൽ കാളിന്തിയൊഴുകി കണ്ണാ, അറുനാഴിയിൽ അണ്ണാടത്തെയോ, തിരുമാറിൽ ശ്രീവത്സമാകട്ടെയോ, അണിവാകച്ചാർത്തിൽ നിന്നുണർന്നു കണ്ണാ. അത് ഈ പാട്ടിന്റെ തന്നെ എന്റെ വരികള്. ഇത് വേറെ ആരും എഴുതിയ വരികളാണല്ലോ. ഞാൻ ഈ ഈണത്തില് എന്റെ കുറച്ച് ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ എന്നോട് കരഞ്ഞു. സന്തോഷമുള്ള സമയത്ത് കേട്ടാലും ഞാൻ ആ പാട്ട് കേട്ട് കരയും. അതാണ് എൻ്റെ ഒരു സ്വഭാവം കേട്ടോ. അപ്പൊ ഈ പാട്ട് സെറ്റിൽ വെച്ചിട്ട് ഈ ഫോട്ടോ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ഇതാണ് എൻ്റെ ഒരു ശീലം ആ സമയത്തൊക്കെ കേട്ടോ. അപ്പൊ ഒരു ദിവസം എന്നുവെച്ചാൽ ആ സമയത്തൊന്നും നമുക്ക് പീരീഡ്സിനെ പറ്റി ഭയങ്കര ഒരു ബോധമൊന്നും മനസ്സിൽ ഉറക്കുന്നില്ല. അപ്പൊ ഞാന് ഈ എന്തോ ഒരു സങ്കടം വന്നപ്പോ ഞാൻ വേഗം ബുക്ക് ചെയ്യുന്ന ഈ ഫോട്ടോ എടുത്തിട്ട് ഇത് പിടിച്ചു വെച്ച് ഞാൻ ഇങ്ങനെ ഇരുന്ന് കേട്ടോ, ഈ പാട്ട് കേട്ട് കുറേ നേരം ഇങ്ങനെ ഇരുന്ന് പെട്ടെന്ന് എനിക്ക് ഒരു ഓർമ്മ വന്നത്, ഞാനിപ്പോ പീരീഡ്സ് ആയിട്ട് ഇരിക്കുകയാണല്ലോ എന്നുള്ളത്. ശരിക്കും ആ ഒരു നിമിഷം ഉണ്ടല്ലോ, ഞാനത് ഭയങ്കരമായിട്ട് എനിക്ക് പെട്ടെന്ന് ഈ കയ്യിൽ നിന്ന് ഈ ഫോട്ടോ ഇനി എവിടെയാണ് വെക്കേണ്ടതെന്ന് പോലും ആ സെക്കൻഡിൽ തന്നെ എനിക്ക് അത് അങ്ങോട്ട് എറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ അത് പെട്ടെന്ന് തന്നെ മാറ്റി വെച്ച്, പിന്നെ എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന സങ്കടമൊക്കെ മറന്ന്, പിന്നെ എന്റെ മനസ്സിൽ ഇത് തന്നെ, ഞാൻ ഇത്രയും സ്നേഹിച്ചിരുന്ന കണ്ണൻ ഇനി എന്നോട് ആ ഒരു രീതിയിലുള്ള ഒരു ആശ്വാസം എനിക്ക് കിട്ടാതായി പോവോ, ഇതെന്താണ് എനിക്ക് കണ്ണന്റെ ഫോട്ടോ ഞാൻ ആ സമയത്ത് ഞാൻ അത് അശുദ്ധിയാക്കിയല്ലോ. ആ ഒരു ചിന്ത എന്നെ വല്ലാണ്ട് ഇങ്ങനെ വിഷമിപ്പിച്ചപ്പോ ആ സങ്കടത്തിൽ ഞാൻ അന്ന് പവർ കട്ടുള്ള ഒരു സമയം, ആ ഒരു പവർ കട്ടും കൂടെ വന്ന സമയത്ത് ഞാൻ ഇത് ആലോചിച്ച് കരഞ്ഞ് കരഞ്ഞ് എന്നോട് ഉറങ്ങിപ്പോയി. ഞാൻ ഇത് വിഷമിച്ചിട്ടാണ് ഉറങ്ങുന്നത്. ഉറങ്ങിപ്പോയപ്പോ ഞാൻ ഉറക്കത്ത് കാണുന്നത്, ദൈവം സത്യം, ഞാൻ ഉറക്കത്ത് കാണുന്നത് എന്താണെന്നറിയോ? ഉണ്ണിക്കണ്ണൻ ഓടി വന്ന് യശോദേന്റെ മടിയിൽ കുഞ്ഞു മക്കള് കയറുന്ന പോലെ ഇങ്ങനെ കയറുന്നത്. ഉണ്ണിക്കണ്ണന്റെ മേത്ത് കാര്യമായിട്ട് ഡ്രസ്സൊന്നും കാണുന്നില്ല, ചെറിയ നമ്മളൊക്കെ വാവകളെ പോലെ തന്നെയാണ് എനിക്ക് തോന്നട്ടോ. ഉറക്കത്ത് കാണാണല്ലോ, ലോജിക് ഇല്ലാത്ത സ്വപ്നങ്ങളാണ് ശരിക്കും നമ്മൾ കാണുക അല്ലെ. ലോജിക് ഇല്ലാഞ്ഞിട്ടല്ല, നമുക്ക് ഉണർന്നിട്ട് ചിന്തിക്കുമ്പോൾ ഒരു പരസ്പര ബന്ധമില്ലാത്തൊക്കെ നമ്മൾ കാണാം. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന, ഞാൻ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും അവിടെ ഒരു ഗോപികയായിട്ട് ഉണ്ട് കേട്ടോ. പക്ഷെ ആ ഓടി വന്നിട്ട് യശോദേന്റെ മടിയിൽ ഇരുന്നിട്ട് വാവപ്പാല് കുടിക്കുകയാണ്. ഉണ്ണിക്കണ്ണനെ പ്രസവിച്ചത് ആരാന്ന് എനിക്കറിയാം, യശോദയല്ല പ്രസവിച്ചതെന്നും എനിക്കറിയാം. പക്ഷെ സ്വപ്നത്തിൽ ഞാൻ കണ്ടത് യശോദയുടെ കുഞ്ഞുവാവിയായിട്ട് ഓടി വന്ന് യശോദേന്റെ അടുത്തുനിന്ന് അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ. ആ പാല് കുടിക്കുന്നതും ആ കവിള് ഇവിടെ ഇങ്ങനെ ആവുന്നതും ആ ഭംഗിയുണ്ടല്ലോ. അങ്ങനെ കിടന്ന് പാല് കുടിക്കുമ്പോൾ അമ്മേന്റെ മുഖത്ത് നോക്കിയിട്ട് കൊഞ്ചുന്നതും കുരുത്തക്കേട് കാണിക്കുന്നതും ഒക്കെ ഞാനിങ്ങനെ തെളിഞ്ഞ് കാണുകയാണ്. പക്ഷെ അപ്പൊ തന്നെ പെട്ടെന്ന് യശോദ വാവ ഒന്ന് നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിക്കുന്നതൊക്കെ ഞാൻ വിശദമായിട്ട് കാണുന്നുണ്ട്. അപ്പോ സംഭവം എന്താന്ന് വെച്ചാൽ, അന്ന് യശോദ അമ്മ ഋതുമതിയാണ്. അതായത് യശോദയ്ക്ക് പീരീഡ്സ് ഉള്ള സമയത്ത് ഉണ്ണിക്കണ്ണൻ ആ അമ്മേന്റെ ശരീരത്തിലുള്ള ദ്രവമാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അമ്മേനെ തൊട്ടോ തൊട്ടില്ലയോ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് പീരീഡ്സ് ആയിട്ടുള്ള അമ്മേനെ, ആർത്തവത്തിൽ ഇരിക്കുന്ന അമ്മേന്റെ അമ്മിഞ്ഞപ്പാലാണ് ഈ ഉണ്ണിക്കണ്ണൻ നുകർന്ന് നല്ല കുസൃതിയോട് കൂടിയിട്ട് കുടിക്കുന്നത്. ഇതാണ് ഞാൻ സ്വപ്നം കണ്ടത്. ലൈറ്റ് വന്നപ്പം പെട്ടെന്ന് ലൈറ്റ് ഇട്ടല്ലോ, അപ്പൊ ഞാൻ ഉണർന്നുപോയി. അപ്പൊ ഞാനിങ്ങനെ എണീറ്റിരുന്നിട്ട് ഞാൻ അങ്ങനെ ചിന്തിക്കാം, എനിക്ക് ആ കണ്ടതാണെങ്കിൽ നല്ല വ്യക്തമായിട്ട് ഇന്നും എന്റെ മനസ്സിലുണ്ട് കേട്ടോ. ആ ചിത്രങ്ങളൊന്നും മയഞ്ഞു പോയില്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഈശ്വര, ഇതിപ്പോ എന്താ ഇങ്ങനെ കാണുന്നത്? അപ്പോഴും ഞാൻ ഈശ്വര, ഞാനിങ്ങനെ പീരീഡ്സിൽ ആ ഫോട്ടോ തൊട്ടതുകൊണ്ടാണല്ലോ ഭഗവാനെ എനിക്ക് ഇങ്ങനെ തന്നെയുള്ള സ്വപ്നവും തന്നല്ലേ. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചിട്ടോ, അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതല്ലേ എനിക്ക് തന്നത് എന്നുള്ളത്. അതായത് ആ അമ്മേന്റെ ശരീരത്തിൽ നിന്ന് കണ്ണൻ പാല് കുടിക്കുകയാണ് എന്നുള്ളത് പോസിറ്റീവായിട്ട് എനിക്ക് എടുക്കാലോ.
അപ്പൊ എനിക്കൊരു ആശ്വാസമായി കേട്ടോ. അപ്പൊ ഞാൻ അന്ന് മുതൽ ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ പീരീഡ്സിന്റെ സമയം അയിത്തമാണ് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ അത് പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായി. പിന്നെ ഞാൻ ഇതിങ്ങനെ അന്വേഷിച്ച് ഓരോരുത്തരും ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയും. പണ്ടത്തെ കഥകൾ പറയുമ്പോൾ ഞാൻ നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കും. അപ്പൊ അമ്മമ്മയൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ട് നമ്മളെ അടുപ്പൊക്കെ താഴത്താണ്. ഈ പീരീഡ്സിന്റെ സമയത്തൊക്കെ ഇന്നത്തെ പോലെ പാഡ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ ഇവരൊക്കെ ഈ ഒരു വെള്ള ഡ്രസ്സുകളാണ് ഏറ്റവും കൂടുതൽ തറവാടുകളിലൊക്കെ ഉണ്ടാവുക. അപ്പോ ഈ കുനിഞ്ഞിരുന്നിട്ട് ഉഴുന്നാട്ടുക, കുനിഞ്ഞിരുന്നിട്ട് അമ്മ അല്ലെങ്കിൽ നിലത്ത് ഇങ്ങനെ എന്താ പറയാ എങ്ങനെ ഇരിക്കാതെ അങ്ങനെ ഇരുന്നിട്ട് അമ്മിയിൽ അരയ്ക്കുക, അടുപ്പിൽ ഊതുക, എല്ലാ പണികളും ഇരുന്നിട്ടാണ്. അപ്പോഴേക്ക് ഇവര് പറയാ എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ. അപ്പൊ ഈ അയിത്തമുള്ളത് കൊണ്ട് ഇവർക്ക് റെസ്റ്റ് എടുക്കാം. എന്നുവെച്ചാൽ അതുള്ളത് കൊണ്ട് ഇവർക്ക് അന്ന് ഒരു പണി ഉണ്ടാവില്ല. എന്നിട്ട് മാറ്റി നിർത്തുമല്ലോ, ഇവർ തൊട്ടത് പുരുഷന്മാര് തിന്നൂലാന്ന്. അപ്പൊ തൊട്ട് ഞാനിങ്ങനെ മാറി ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് തോന്നി ഇത് ശരിക്കും സ്ത്രീകളെ ശരീരത്തിന് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇപ്പൊ തറവാട്ടിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി വിചാരിക്കും കേട്ടോ. അപ്പൊ അന്നൊക്കെ പുരുഷന്മാരെ ഒരു ഭക്തിയും ബഹുമാനവും ഒക്കെ ആയിട്ട് കാണുക, സ്ത്രീകൾ എന്ത് സഹിച്ചാലും പുരുഷന്മാരെ അത് അറിയിക്കാതെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുക എന്നൊക്കെയുള്ള ഒരു രീതി ആയിരുന്നല്ലോ പണ്ട് കാലത്ത്. അപ്പൊ ഇവരെന്താ ചെയ്യാ, ഇവരോട് ഇപ്പൊ പറയാണ്, നീ ഇന്ന് പീരീഡ്സ് ആണ്, ഇത് അയിത്തൊന്നല്ല, നീ ഇന്ന് പീരീഡ്സ് ആണ്, അടങ്ങിയിരിക്കട്ടോ, കുറച്ച് റെസ്റ്റ് എടുക്ക്, നിന്റെ ശരീരത്തിന് വിശ്രമം വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് അതൊന്നും, അവരെ വിശ്രമത്തിനേക്കാൾ അപ്പുറത്ത് ഇവർക്ക് ആണുങ്ങൾ കയറി വരുമ്പം ഫുഡ് ടേബിളിൽ എത്തിക്കണം, ഇവരെ ഡ്രസ്സ് അലക്കി കൊടുക്കണം, അയൺ ചെയ്ത് കൊടുക്കണം, ഇതൊക്കെ ആയിരിക്കും ഇവർക്ക് പ്രയോറിറ്റി. അപ്പൊ സ്ത്രീകൾ ഒരിക്കലും സ്ത്രീകളുടെ ശരീരത്തെ പറ്റി ചിന്തിക്കൂല. അതുകൊണ്ടായിരിക്കണം ഇവർക്ക് ഇത്രയും ആലോചിച്ച് നോക്കിയാൽ മതി. ബ്ലീഡിങ് കൂടുതലുള്ള ദിവസങ്ങളിലാണ് ഇവർക്ക് ആ ഒരു അയിത്തവും കാര്യങ്ങളും കൂടുതൽ പറയുന്നത്. അതായത് 3 ദിവസം റൂമിൽ തന്നെ ഇരിക്കണം, ആരെയും തൊടാൻ പാടില്ല, ഇവർക്ക് ഫുഡെല്ലാം അങ്ങോട്ട് കൊണ്ടു കൊടുക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇവർക്ക് ഏറ്റവും ലൈഫിൽ ഏറ്റവും കൂടുതൽ റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഈ പീരീഡ്സിന്റെ ടൈമിലായിരിക്കും. അപ്പൊ തൊട്ട് ഞാൻ എന്റെ ചിന്തകൾ മാറാൻ തുടങ്ങി. അപ്പൊ ഇതൊക്കെ ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കുന്നതാണ്, കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോരോ അയിത്താണ്, പുരുഷന്മാര് നീ തൊട്ടത് തിന്നൂല എന്ന് പറയുമ്പം ഇവര് മാറി നിൽക്കുമല്ലോ, പേടിയോട് കൂടിയിട്ട് മാറി നിൽക്കും. അയ്യോ വേണ്ട, ഞാൻ തൊട്ടതൊന്നും കൊടുക്കരുതേ എന്നുള്ള ആഗ്രഹമായിരിക്കും പിന്നീട് ഇവർക്ക് ഉണ്ടാവാം. അങ്ങനത്തെ രീതിയിൽ മാറ്റിയതായിരിക്കാം എന്ന് ഞാൻ ചിന്തിച്ചു കേട്ടോ. പിന്നെ സ്ത്രീകളെ ശരീരത്തില് ശരിക്കും നമ്മൾ ഒരു സൃഷ്ടി നടക്കുന്ന ഒരു സമയം തന്നെയാണല്ലോ ഈ പീരീഡ്സ് എന്ന് പറയുന്നത്. എന്താ ശരിക്കും എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഏതെങ്കിലും ഒരാള് ഇതറിയാത്തവരുണ്ടെങ്കിൽ എനിക്കറിയുന്ന കാര്യം ഞാൻ പറയാട്ടോ. പീരീഡ്സ് എന്ന് പറയുന്നത് ഓരോ മാസവും അമ്മയാവാനുള്ള ഒരു തയ്യാറെടുപ്പല്ലേ. ശരിക്കും നമ്മൾ എല്ലാവരും പറയും അശുദ്ധിയായ രക്തമാണത്. അശുദ്ധിയായ രക്തമല്ല, ശരിക്കും ശരീരത്തിൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള രക്തമാണത് പോകുന്നത്. അത്രയും എന്താ പറയാ പവിത്രമായിട്ടുള്ള. കാരണം ശരീരത്തിലുള്ള എല്ലാ പോഷകങ്ങളും ഓക്സിജനും എല്ലാ സംഭവങ്ങളും ഒരു കുഞ്ഞിപ്പ വരും എന്നുള്ള രീതിയിൽ കുഞ്ഞിന് വേണ്ടിയിട്ട് കുറെ രക്തലോമികകൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ബെഡാണ് നമ്മളെ യൂട്രസിൽ. അപ്പൊ അത് നമ്മൾ വെയിറ്റ് ചെയ്ത് വരുന്നത് എല്ലാ മാസവും എല്ലാ സ്ത്രീകളും പ്രഗ്നന്റ് ആവുന്നില്ലല്ലോ. അപ്പൊ എല്ലാ മാസവും ശരീരം ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കാം. അപ്പൊ നമ്മളെ ശരീരത്തിലുള്ള ഏറ്റവും റിച്ച് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും വിലപ്പെട്ടതൊക്കെ ആ സമയത്ത് ഈ യൂട്രസിനകത്ത് ഉണ്ടാവുക. എന്നിട്ട് അത് ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ കുഞ്ഞ് ആ മാസം വരുന്നില്ല. അപ്പൊ പിന്നെ ഈ ഒരു ബെഡ് കൊണ്ട് കാര്യമില്ല, പിന്നീട് അത് വേസ്റ്റ് ആയി. അപ്പൊ ഇത് പുറന്തള്ളണം. അത് പുറന്തള്ളാൻ വേണ്ടിയിട്ട് നമ്മളെ യൂട്രസ് ഇങ്ങനെ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യാം. എന്നിട്ട് അത് ആ കുഞ്ഞു കുഞ്ഞു രക്തലോമികൾ പൊട്ടുകയാണ് ചെയ്യുന്നതെന്നും ആ രക്തമാണ് നമ്മളെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ അങ്ങനെയാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് സംഭവം. അപ്പൊ ആ രക്തമാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മള് പുരുഷന്മാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു സ്ത്രീയുടെ ശരീരം എല്ലാ മാസവും ഒരു ഒരമ്മയാവാനുള്ള തയ്യാറെടുപ്പ്, അമ്മയാവാനുള്ള തയ്യാറെടുപ്പ് ശരീരം നടത്തുന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിനാണ് ശരിക്കും ഏറ്റവും കൂടുതൽ നല്ല ഭക്ഷണവും നല്ല ആഹാരവും നല്ല വിശ്രമവും ഒക്കെ കിട്ടേണ്ടത് ശരിക്കും സ്ത്രീകൾക്കാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കണം ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ വീടുകളിൽ വിളക്ക് വെക്കുന്നത്, സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുന്നത് മിക്ക വീടുകളിലും കൂടുതലും സ്ത്രീകളാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ വിളക്ക് പിന്നെ അവിടെ കൊണ്ട് വെക്കുന്ന സമയത്ത് ഈ വിളക്ക് ഓടോ അങ്ങനെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ആയിരിക്കുമല്ലോ, എന്തായാലും സ്റ്റീലിലൊന്നും ഒരു വിളക്ക് കത്തിക്കുന്നില്ല. വിളക്കിന് അതിൻ്റെതായ ഒരു പ്രത്യേക ഇതുണ്ടല്ലോ. ആ വിളക്ക് അതിൽ എള്ളെണ്ണ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയുന്നത്. എള്ളെണ്ണ ഒഴിച്ചിട്ട് ഈ കോട്ടൺ തിരിയിൽ ഇത് കത്തുന്ന സമയത്ത്, ഇത് തെളിയുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഫ്യൂംസ്, ആ പുക, ആ ഒരു സ്മെല്ല്, ഇതൊക്കെ അതിൻ്റെ ഒരു ചുറ്റുപാടിലുള്ള ഒരു ചൂട്, ഇതെന്തോ വലിയ ഔഷധമാണ്. അത് സ്ത്രീകൾ ശ്വസിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തിൽ ഈ സ്ത്രീകൾ നിൽക്കുന്ന സമയത്ത് അത് സ്ത്രീകളെ സംബന്ധിച്ച് യൂട്രസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മരുന്നാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരു 10-20 മിനിറ്റ് എങ്കിലും ഇത് ആ ഒരു അന്തരീക്ഷത്തിൽ സ്ത്രീകൾ നിൽക്കാം, ചമ്രം പടിഞ്ഞിരിക്കുക, ചന്ദന പടിയിട്ടിരിക്കാന്ന് ഞങ്ങൾ പറയൂട്ടോ.
ചമ്രം പടിഞ്ഞിരിക്കുക എന്നാണ് വായിക്കുമ്പോ ഒക്കെ. ഞങ്ങൾ ചന്ദനപ്പടി തിരിക്കുക എന്നാ പറയാ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. നിങ്ങൾ എന്താ പറയാന്ന് വെച്ചാൽ പറയട്ടോ, കമന്റിലിടണേ. അപ്പൊ ചന്ദനപ്പടി ഇട്ടിരിക്കുക അല്ലെങ്കിൽ ചമ്രം പടിച്ചിരുന്നിട്ട് ആ ഒരു നമ്മൾ യോഗാസനയിൽ ശരിക്കും അങ്ങനെയല്ലേ ഇരിക്കുന്നത്. നമ്മള് എന്താ പറയാ ബന്ധകോണാസന അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇരിക്കുന്നില്ലേ, അതുപോലെ ഇങ്ങനെ നിലത്ത് ചമ്രം പടിഞ്ഞ് ഇരുന്നിട്ട് നമ്മള് ഈ ഒരു വിളക്കിനെ നോക്കിയിട്ട് നാമം ജപിക്കുകയാണ്. നാമജപത്തിന് അതിലും ശ്രേഷ്ഠമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് ചൊല്ലുന്ന സമയത്ത് നമ്മളെ ഞാൻ വിചാരിക്കുന്നത് ഈ നാമങ്ങൾ അല്ലെങ്കിൽ ഈ മന്ത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ആ അക്ഷരങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്നത് എന്തോ ഒരു പ്രത്യേക രീതിയിലായിരിക്കണം. കാരണം മ എന്ന് പറയുന്ന സമയത്ത് 2 ചുണ്ടുകൾ മാത്രമാണ് ടച്ച് ആവുന്നത്. ന എന്ന് പറയുമ്പം നാ എന്ന് പറയുന്ന സമയത്ത് നാവിന്റെ തുമ്പ് മേലെയും താഴെയും ടച്ച് ആവുന്നുണ്ട്. ങ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ മാത്രമാണ് ടച്ച് ആവുന്നത്. ച എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു പല്ലിന്റെ ആ ഒരു ഭാഗം. അങ്ങനെ ഓരോരോ അക്ഷരങ്ങൾ ഉണ്ടല്ലോ. ഈ അക്ഷരങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ചേരുന്ന സമയത്ത് എന്തോ ഒരു ഊർജം നമ്മളെ ശരീരത്തിൽ ഉണ്ടായിരിക്കണം. ഇതൊന്നും എനിക്കിതൊന്നും ഇതിന്റെ പരമായിട്ടുള്ള സയൻസ് ഒന്നും എനിക്കറിയില്ല. ഞാൻ ചിന്തിച്ചിട്ട് അന്നത്തെ ആ ഒരു ഏജിൽ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കാൻ ചിലപ്പോൾ ഈ മന്ത്രങ്ങൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്രത്യേക രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. യോഗാസന ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെതായ രീതിയിൽ യോഗ ഇന്ന രീതിയിൽ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്വാസം എടുക്കണം, ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടണം എന്നൊക്കെ പറയും പോലെ തന്നെ നമ്മളെ വായിൽ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടാവുകയും അത് നമ്മളെ ശരീരത്തിന് എന്തോ ഒരു ഗുണം ചെയ്യുന്നുണ്ടാവും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓം ചൊല്ലുന്ന കാര്യം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു. ആ ഉ മ ഇതാണല്ലോ, ഇതിന്റെ ഒരു കൂട്ടമാണല്ലോ ഓം. അപ്പൊ ആ പറയുന്ന സമയത്ത് അടിവയറ്റിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. ഊ പറയുന്ന സമയത്ത് നെഞ്ചത്ത് ഈ ഒരു ഭാഗത്താണ് നമുക്ക് വൈബ്രേഷൻ കിട്ടുന്നത്. പറയുന്ന സമയത്ത് തലയുടെ ഭാഗത്താണ് വൈബ്രേഷൻ കിട്ടുന്നത്. അപ്പൊ ആ ഒരു കൂടിച്ചേരലാവുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ശരീരം ഓക്കെ ആയി. ഈ ഓം ഒരു ഒറ്റയ്ക്ക് ചൊല്ലുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ യോഗ ചെയ്യുന്ന സമയത്ത് കൂട്ടത്തോടെ ചെല്ലുമ്പോൾ ആ ഒരു വൈബ്രേറ്റിംഗ് ഫീൽ ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര ഫീലാണ്. അത് അനുഭവിച്ച് തന്നെ അറിയണം. നിങ്ങൾ ഓം ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടാതെ ബേസിൽ ഇങ്ങനെ അങ്ങനെ ചൊല്ലി നോക്കൂട്ടോ. എനിക്ക് അപ്പോഴാണ് കൂടുതലും വൈബ്രേഷൻ കിട്ടുന്നത്. നമ്മൾ സ്വീറ്റ് ആയിട്ട് ഓം അപ്പൊ പറയുമ്പോഴുണ്ട്, എന്നാൽ പോലും നമ്മളിങ്ങനെ ഒരു കനത്തില് സൗണ്ടില് ഓം ചൊല്ലുന്ന സമയത്ത് ഭയങ്കര സുഖമാണ് കേട്ടോ. അതൊക്കെ എനിക്ക് അനുഭവത്തിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ശരിക്ക് ഇതിനെന്തെങ്കിലും ഉച്ചാരണ രീതി ഉണ്ടോന്നൊക്കെ ഇതൊക്കെ പഠിച്ച ആളുകൾക്ക് അറിയാം. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കമന്റിൽ പറഞ്ഞു തരണം. നമ്മളെ വീഡിയോ കണ്ടിട്ട് കുറെ ആൾക്കാർ എന്നല്ല, കുറച്ച് പേര് കൃത്യമായിട്ട് എന്നെ തിരുത്തി തരുന്നുണ്ട്. എനിക്കത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവരെ കമന്റ് കാണുന്ന സമയത്ത് ഞാൻ ആ പേരുകൾ എന്തായാലും അടുത്ത വീഡിയോയിലെങ്കിലും എടുത്തു പറയാം. അവര് ഇതിനെക്കുറിച്ച് എനിക്ക് എങ്ങനെയാണ് അവരെന്താണ് ഇതിനെക്കുറിച്ച് ധരിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവരോട് ഞാൻ അത്രയും സ്നേഹത്തോടെ നന്ദി പറയാൻ കേട്ടോ. ഇനിയും തുടർന്ന് അത്തരം കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ ആ പറഞ്ഞു തന്നിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ തിരുത്തുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ അത് തിരുത്തി പറയാട്ടോ. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ ആ കമന്റുകൾ കാണുമ്പോൾ. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പൊ സ്ത്രീകൾ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ ഓം ചൊല്ലുന്ന സമയത്തൊക്കെ, സോറി ഓമല്ല, നമ്മൾ ഇതിങ്ങനെ ചൊല്ലുന്ന സമയത്ത് ആ സമയത്തും സ്ത്രീകൾക്ക് അതിന്റെ ആ യൂട്രസിനാണ് അത് നല്ലതെന്ന് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അപ്പൊ യൂട്രസ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും ഒന്നാലോചിച്ച് നോക്കിയാൽ മതി. നമ്മളെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഒരു ഏജ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ യൂട്രസിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. ഈ ബ്ലീഡിങ് റിലേറ്റഡ് ആയിട്ട് എത്രയോ ആൾക്കാർക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മള് 3 കുളിക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? 3 കുളിക്കുക, അതായത് 3 കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുറച്ചും കൂടെ റൂമിലേക്കൊക്കെ ഒന്ന് കയറാം, കുറച്ചും കൂടിയും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാം അല്ലെ? അപ്പോ ഈ 3 കുളിക്കുക, അതായത് രണ്ടാമത്തെ ദിവസം നമ്മൾ തല നനയ്ക്കരുത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ അല്ലയോ എന്ന് എനിക്ക് അറിയില്ല. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. കാരണം തല നനയ്ക്കുന്ന സമയത്ത് നമ്മളെ യൂട്രസിന് നീര് വെക്കുന്നു കേട്ടിട്ടുണ്ട്. ചിലപ്പോ അത് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു, എന്നാ പിന്നെ അതുകൊണ്ടായിരിക്കണം 3 കുളിക്കാന്നുള്ളൊരു സിസ്റ്റം തന്നെ വന്നത്. കാരണം ഈ 2 ദിവസം ആ റൂമിൽ റെസ്റ്റ് എടുത്ത് ഇങ്ങനെ കിടക്കുക, 3-ാമത്തെ ദിവസം നമ്മൾ കുളിക്കുക, ശരീരം മേല് കഴുകി വൃത്തിയാക്കുന്നുണ്ടാവാം അതിന് മുൻപത്തെ ദിവസങ്ങളിൽ, പക്ഷെ തല കുളിക്കുന്നത് 3-ാമത്തെ ദിവസമാണ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അത് എന്താന്ന് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് എന്തെങ്കിലും ആർക്കെങ്കിലും അറിയെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടി ഒരു ഉപകാരമായിരിക്കും. ഓക്കെ, അപ്പൊ ഈ യൂട്രസ് സ്ത്രീകൾക്ക് അത്രയും മഹത്തായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്റെ അനുഭവമാണ് ഇനി പറയാൻ പോകുന്നത്. എനിക്ക് ദൈവം സഹായിച്ചിട്ട് 2 അറയുള്ള യൂട്രസ് ആണ് തന്നിരിക്കുന്നത്. 2 അറ ബൈകോർണേറ്റ് അല്ലെങ്കിൽ സെപ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു യൂട്രസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ ഈ ഒരു വിവരം ഞാൻ അറിയുന്നത് എന്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിലാണ് കേട്ടോ.
അപ്പോൾ 2 യൂട്രസ് ഉണ്ട് എനിക്ക്. 2 യൂട്രസ് മീൻസ് ഒരു യൂട്രസിന് രണ്ടായി ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പിൽ 2 അറയായിട്ടാണുള്ളത്. ഓക്കെ. അപ്പോ ഞാൻ പറയുന്നത് സ്ത്രീകൾ എന്തുകൊണ്ടും യൂട്രസ് എന്ന് പറഞ്ഞൊരു നിധി അവരുടെ ശരീരത്തിൽ കിടക്കുന്നുണ്ട്. അത് നിധിയാണോ എന്താ അതിനെ പറയേണ്ടത് വെച്ചാൽ പീരീഡ്സിനെ നമ്മൾ ഒരിക്കലും ഒരു അയ്യോ അടുത്ത മാസം പീരീഡ്സ് ആയി കഴിഞ്ഞാൽ അങ്ങനെ കാണരുത്. എപ്പോഴും നമുക്കൊരു പീരീഡ്സ് വരുമ്പോ അയ്യോ ഭഗവാനെ എന്നൊരു ചിന്തയല്ലേ. എനിക്കൊക്കെ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും അസഹനീയമായിട്ടുള്ള ഒരു വേദനയാണ് എനിക്ക് വരിക. എനിക്ക് ബെഡിൽ നിന്ന് ഞാൻ എണീക്കാൻ പോലും പറ്റാണ്ട് അമ്മ എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ എനിക്ക് ബെഡിൽ കൊണ്ടുതരണം. എനിക്ക് തീരെ ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഞാൻ വേദന കൊണ്ട് പൊളഞ്ഞിട്ടുണ്ട്. ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് വേദന എടുത്തിട്ട് ഞാൻ സ്റ്റേഷൻ മാറി ഇറങ്ങിയതും റെയിൽവേ സ്റ്റേഷനിലെ ഡോക്ടർ റൂമിലൊക്കെ കിടന്നിട്ട് വണ്ടി വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയതും ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോ അങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ഇത് വരുന്നതും പോകുന്നതും അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ ഒരു ശാരീരിക ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ആളുകളുണ്ട്. അപ്പൊ ഈ വേദന വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയെങ്കിലും ഈ ദിവസങ്ങളൊന്ന് കഴിഞ്ഞു കിട്ടട്ടെ എന്നാണ് വിചാരിക്കാം. പക്ഷെ ഇനി ഞാൻ പറഞ്ഞുതരാം, ഈ ആർത്തവം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മള് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയാ സന്തോഷിക്കാൻ അല്ലെങ്കിൽ അഭിമാനിക്കാനുള്ള ഒരു കാര്യമാണ്. കാരണം എന്താന്ന് വെച്ചാൽ യൂട്രസ് ഈ പീരീഡ്സിന്റെ സമയം തുടങ്ങുന്ന സമയത്ത് നമ്മളെ ശരീരത്തിൽ ഒരു ഊർജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മളെ ശരീരത്തിൽ അന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേണ്ട നമ്മളൊരു ടേബിളിലൊക്കെ ഇങ്ങനെ കുറച്ചു നേരം കൈ വെച്ചിരുന്ന് കൈ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഈർപ്പം വന്നിട്ടുണ്ടാവും. നമ്മളെ ശരീരത്തിന് അത്രയും ചൂടാണ് ആ സമയത്ത്. നമ്മളൊരു വല്ലാത്തൊരു രീതിയിൽ മാറുകയാണ്. ഹോർമോൺ ചേഞ്ചസ് നമ്മളെ ശരീരം മൊത്തത്തിൽ മാറുന്നൊരു അത്രയും ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി എങ്ങനെയാണോ ഇളമിച്ചിരിക്കുക എന്ന് പറയില്ലേ, അതുപോലെ അത് എല്ലാ മാസവും നമ്മളെ ശരീരത്തിലുണ്ട്. അപ്പൊ അത്രയും ഹൈ ലെവലിലുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മളെ ശരീരത്തിലുള്ളത്. ആ എനർജി കാരണമാണ് നിങ്ങളടുത്ത് പുറത്തു പോകരുത്, മറ്റുള്ള ആളുകളെ തൊടരുത് എന്നൊക്കെ പറയുന്നത്. കാരണം നമ്മളെ ശരീരത്തിൽ ഒരാൾക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ പോസിറ്റീവ് എനർജി ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഒരാളെ പോയിട്ട് എന്തെങ്കിലും ഒരു സമ്പർക്കത്തിന് വരുന്ന സമയത്ത് അവരിലുള്ള നെഗറ്റീവ് എനർജി പെട്ടെന്ന് നമ്മളിലേക്ക് കയറും. ഭയങ്കരമായിട്ട് നമ്മളെ ശരീരത്തിലേക്ക് കയറും. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ലേ, ചൂടും തണുപ്പും വെള്ളം എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു സമമാക്കാനുള്ള ഒരു പ്രവണത ഉണ്ടല്ലോ അത്. അല്ലെങ്കിൽ എന്താ ഉയരം കൂടിയിടത്തിലുള്ളതും അപ്പൊ ഇങ്ങോട്ടേക്ക് ഒഴുകുക അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് ഒഴുകുക, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് സംഭവിക്കും. അപ്പൊ നമ്മൾ പുറമേയുള്ള ആളുകളിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും തമ്മിലൊരു ഇത് വരും. ആ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മൾ പുറത്തു പോകരുത് എന്നൊക്കെ പറയുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ശരിക്കും നമ്മൾ ത്രെഡ് ചെയ്യുകയൊക്കെ ചെയ്യൂലേ, അതൊന്നും ശരിക്കും പീരീഡ്സിന്റെ ടൈമിൽ ചെയ്യരുത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേപോലെ നമ്മൾ ആ സമയത്ത് നമ്മളെ ശരീരത്തിൽ ഇത്രയും ഊർജം ശരിക്കും എനിക്കൊക്കെ ഇപ്പം ഇതൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് തുടങ്ങിയതിന് ശേഷം ഞാനൊക്കെ ഇപ്പൊ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ എത്ര വേദന ഉണ്ടെങ്കിലും എനിക്കിങ്ങനെ തോന്നുന്നത് എന്താണെന്നറിയോ, ഞാനിങ്ങനെ വല്ലാതെ ഗ്ലോ ചെയ്യുന്ന പോലെ, നമ്മൾ ദൈവത്തിന് ചുറ്റിലും ഒരു ഭയങ്കര ഒരു മഞ്ഞ വെളിച്ചം കണ്ടിട്ടില്ലേ, അതുപോലെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പൊ അതിങ്ങനെ ഞാനിങ്ങനെ ഗ്ലോ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഞാനിപ്പോ ഒരു ലക്ഷ്മി ദേവിയെ പോലെ ഇരിക്കുകയാണ് എന്നൊക്കെ ഞാൻ അങ്ങ് സ്വയം വിചാരിക്കുമ്പോൾ എനിക്ക് ഈ വേദന ഒരു പ്രശ്നമല്ല. കാരണം ഞാൻ അത്രയും ഒരു സൃഷ്ടി എന്നൊരു സംഭവം ഈ ഭൂമിയിൽ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എൻ്റെ ശരീരത്തിൽ നടക്കുന്നത്. പിന്നെ മാത്രമല്ല ആ സമയത്ത് ഞാൻ എന്ത് മനസ്സിൽ ധ്യാനിച്ചാലും അത് സംഭവിച്ചിട്ട് എനിക്ക് അനുഭവത്തിലുണ്ട്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ 2 പൊന്നു മക്കളെ എനിക്ക് കിട്ടിയത്. ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ധ്യാനിച്ചിരിക്കുക, പറ്റാവുന്നിടത്തോളം നിങ്ങൾ ധ്യാനിക്കാം. ഈ ബ്രഹ്മമുഹൂർത്തത്തെ പറ്റി പറഞ്ഞതുപോലെ തന്നെ അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ടൈമാണ് നമ്മളെ ഓരോ പീരീഡ്സും. അതിനെ വിശ്വസിച്ച് അതിന്റെ ആത്മാർത്ഥമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ആ സമയത്ത് എന്തൊക്കെ ആഗ്രഹിക്കുന്നു അത് നടക്കും. അത് വെറുതെ ആഗ്രഹിക്കലല്ല, ലോ ഓഫ് അട്രാക്ഷൻ എത്രയും നല്ല രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു സമയമാണത്. നിങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹം, നിങ്ങൾക്കൊരു ജോലിയാണ് ആഗ്രഹം എന്ന് സപ്പോസ് വിചാരിക്കാം. അപ്പൊ ആ ജോലിയെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ വിചാരിക്കാം. പീരീഡ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ മറ്റെല്ലാം വിട്ടിട്ട് റെസ്റ്റ് എടുക്കുക. നിങ്ങളെ ശരീരത്തിന് തീർച്ചയായിട്ടും റെസ്റ്റ് ആവശ്യമാണ്. അത് നിങ്ങൾക്ക് വയറുവേദന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ സ്നേഹിക്കുക, നമ്മളെ സ്നേഹിക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ റെസ്റ്റ് എടുക്കാം. എന്നിട്ട് ഒന്ന് ധ്യാനത്തിലിരിക്കാം. എന്നിട്ട് ധ്യാനത്തിലിരിക്കാൻ മീൻസ് എന്തെങ്കിലും ഒരു നല്ലൊരു രീതിയിൽ നട്ടെല്ല് നിവർന്ന് നിൽക്കുന്ന രീതിയിൽ നിങ്ങൾ ഇരിക്കുക. എന്നിട്ട് നമ്മളെ ശ്വാസത്തെ മാത്രം കുറച്ചു നേരം ശ്രദ്ധിക്കാം. അതായത് കണ്ണടച്ചിരുന്നിട്ട് റിലാക്സ് ആയിട്ടിരിക്കുക. നമ്മളെ ശരീരഭാരത്തെ പറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് ബോധവാനാവുക. എന്നിട്ട് നമ്മളെ ശരീരഭാരം ഇപ്പം ഭൂമിയിൽ പതിഞ്ഞിരിക്കുന്നതിനെ പറ്റി ഒന്ന് ചിന്തിക്കാം. എന്നതിന് ശേഷം ഞാനിപ്പോ ഇങ്ങനെ ആ ശ്വാസം ഇപ്പൊ ഇതിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യാം. എന്നിട്ട് അത് പിന്നെ തിരിച്ച് പുറത്തേക്ക് വിടുന്നത് ഞാൻ അറിയാം. ഒന്ന് മൂക്കിലൂടെ തിരിച്ചു വിടുന്നതിനേക്കാളും നമ്മൾ
ഇങ്ങനെ വിടുന്നതിനേക്കാളും കുറച്ചുകൂടി റിലാക്സ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാം. വായിലൂടെ വിടുന്ന സമയത്ത് നമ്മ ഹാ എന്നൊരു തോന്നൽ വരും. അങ്ങനെ നമ്മൾ ഈ ഒരു കുറച്ച് സെക്കൻഡ്സ് നമ്മൾ ഈ ശ്വാസത്തെ മാത്രം വിചാരിക്കാം, ആ മനസ്സിലാക്കുക, വേറെ ഒന്നും നമ്മൾ ചിന്തിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രസന്റ് ടൈമിലേക്ക് വരികയാണ്. കാരണം ഈ സമയത്ത് നടക്കുന്നതാണ് ഈ ശ്വാസം എടുക്കൽ. അല്ലാതെ നിങ്ങളോടൊന്ന് റിലാക്സ് ആയിട്ട് പ്രസന്റ് ടൈമിൽ എന്താന്നുള്ളത് വിചാരിച്ചിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണടച്ചിരിക്കുമ്പോഴത്തേക്ക് എപ്പോഴും കണ്ണടയ്ക്കുമ്പോഴത്തേക്കും വേറെ ദൂരെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം നമ്മളെ തലയിലേക്ക് കയറി വരും അല്ലെ. അപ്പൊ അതൊക്കെ ഒഴിവാക്കാം. നമുക്കിങ്ങനെ ഇരിക്കുക, നമ്മളെ ശ്വാസത്തെ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. എന്നതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് കിട്ടുന്നതായിട്ട് നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക. എനിക്ക് ആ ജോലി കിട്ടിക്കഴിഞ്ഞു, ആ ജോലി കിട്ടിയെന്ന് അറിയുന്ന ആ നിമിഷം നിങ്ങൾ മനസ്സിൽ കാണാം, മാനിഫെസ്റ്റ് ചെയ്യാം. അത് ആ ജോലി കിട്ടുന്നു, ആ സമയത്ത് അത് അറിയുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആസ്വദിക്കുകയാണ്. അതിനും നമുക്ക് ഒരു കഴിവ് ഡെവലപ്പ് ചെയ്ത് വരണം കേട്ടോ. സങ്കല്പിക്കുക, ദിവാസ്വപ്നം കാണുക എന്നൊക്കെ പറയില്ലേ, അതൊക്കെ തന്നെ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് അത് ഏത് സമയത്ത് ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല. ഞാനിത് ഏത് സമയത്തും ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ ഇത് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക, നമുക്ക് ആ ജോലി കിട്ടിക്കഴിഞ്ഞു, ആ സന്തോഷം നമ്മൾ ഓടിപ്പോയി നമുക്ക് പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട അമ്മയോടോ അച്ഛനോടോ ആരോടാണോ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം പറയാൻ തോന്നുക അത് പറയുന്ന സമയത്ത് അവരുടെ മുഖത്തുള്ള സന്തോഷം കാണുക. എന്നിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് ആ ജോലിക്ക് പോകുന്നു. പിന്നെ നമ്മളെ ലൈഫ് സ്റ്റൈൽ മാറുന്നു. കാരണം എന്താ വെച്ചാൽ ഇത്രയും ദിവസം ഒരു പണിക്കും പോകാണ്ട് വീട്ടിലിരുന്നല്ലേ, നാളെ തൊട്ട് എന്ത് ചെയ്യണം, ലഞ്ച് ബോക്സ് റെഡിയാക്കണം, ബാഗ് വേണം, കൊട വേണം, പുതിയൊരു കുട്ടീനെ സ്കൂളിൽ പറഞ്ഞയക്കുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ. അതേപോലെ നമ്മളെ ദിവസങ്ങൾ മാറിയല്ലോ. കാരണം ഇനി ഒരു സമയം മുതൽ ഒരു സമയം വരെ എനിക്കൊരു ജോലി ചെയ്യാനുണ്ട് ഏട്ടാ. അപ്പൊ രാവിലെ പോകുന്ന കാര്യങ്ങള് നമ്മളെ ദിവസങ്ങളൊക്കെ വേറൊരു രീതിയിൽ പ്ലാൻ ചെയ്യണം. ചായ, പിന്നെ ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ ചോറ് വേണമെങ്കിൽ ചോറ്, ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ കാണാം. വേറെ പണിയൊന്നുമില്ല. അന്നത്തെ ആ ഒരു ദിവസം നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇത് ചിന്തിക്കാം. ഇപ്പൊ ജോലിക്ക് പോകുന്നവർ എന്ത് ചെയ്യുന്നതായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഏതെങ്കിലും ഒരു നേരം എന്തായാലും നിങ്ങൾ ഒരു ദിവസം 20 മിനിറ്റെങ്കിലും നമുക്ക് വേണ്ടി മാറ്റി വെച്ചേ പറ്റുള്ളൂ. അന്നത്തെ ദിവസം എന്തായാലും യോഗ പ്രാക്ടീസോ അല്ലെങ്കിൽ ജിമ്മിലോ എക്സസൈസോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ആ സമയം നിങ്ങൾ ഇതിനു വേണ്ടി എടുക്കാം, ഈ ഒരു പീരീഡ്സിന്റെ ടൈമിൽ. എന്നിട്ട് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ കാണാം, അത് സന്തോഷത്തോടെ ആസ്വദിക്കുക. നിങ്ങൾ പിറ്റേന്ന് ദിവസം എണീക്കുന്നു, പുതിയ ബാഗൊക്കെ ഇട്ടിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ജോലിക്ക് പോകുന്നു. അപ്പൊ ജോലിക്ക് പോകുന്നിടത്തുള്ള സന്തോഷങ്ങൾ വിചാരിക്കുക. തിരിച്ച് വീട്ടിലെത്തിയിട്ട് നമ്മളെ ആ ഒരു ദിവസത്തെ എക്സ്പീരിയൻസ് കേൾക്കാൻ കാത്തിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. തിരിച്ചു വരുന്ന അവരോട് അതൊക്കെ ഷെയർ ചെയ്യുന്ന ആ സന്തോഷങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ അനുഭവിച്ചറിയാം. അപ്പൊ നിങ്ങൾക്ക് ഒരു സംഭവം കിട്ടുന്ന സമയത്ത് അതിൽ നിങ്ങൾ മാത്രം സന്തോഷിക്കുന്നത് കണ്ടാ പോരാട്ടോ. അത് നമുക്ക് ചുറ്റിലും നമുക്ക് എന്ത് നന്മ കിട്ടിക്കഴിഞ്ഞാലും അതൊരു ദീപം പോലെ, ഒരു നാളം പോലെ കണക്കാക്കണം. കാരണം ആ വെളിച്ചം നമ്മളിൽ മാത്രം ഒതുങ്ങി പോവാതെ അത് കുറച്ചു പേർക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും കാണണം. അതിന്റെ ഗുണം അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരാളെങ്കിലും മറ്റൊരാൾ വേണം കേട്ടോ. അത് അങ്ങനെയുള്ളതിന് ഒരു അത് കുറച്ചും കൂടി ഒരു അടിപൊളിയായിരിക്കും സംഭവം. അതിനെന്താ വാക്കുന്നൊന്നും എനിക്ക് കിട്ടുന്നില്ല ഇപ്പൊ പറയുമ്പോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കാണാം, ആ ജോലി കിട്ടി, പിന്നീട് നിങ്ങൾക്ക് സാലറി വരുന്ന ദിവസം, അത് അടിപൊളിയാണല്ലോ. സാലറി വരുന്നു, അത് നിങ്ങളില്ലേ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക. നിങ്ങൾ ഒരു കഥ എഴുതുന്ന പോലെ തന്നെ എല്ലാവരുടെ മനസ്സിലുണ്ടാവും അങ്ങനെ ഒരു കഥാകാരൻ അല്ലെങ്കിൽ കഥാകാരി. അപ്പൊ നമ്മളിങ്ങനെ മനസ്സിൽ കാണാം, ഓ എന്റെ സാലറി വരുന്നു, ഞാനിങ്ങനെ ഫോണിൽ നോക്കാണ്, ഇതെന്താ വരാത്തെ. അപ്പൊ അതങ്ങ് വരുന്ന സമയത്തുള്ള ആ സന്തോഷം നിങ്ങൾ കുറച്ചങ്ങ് കുറയ്ക്കൊന്നും വേണ്ട. എന്തായാലും സ്വപ്നമല്ലേ, കുറച്ച് കൂടുതൽ കണ്ടോ. നിങ്ങൾക്കിപ്പോ ഒരു ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 20,000 ജോലി ആയിരിക്കും നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷ. പക്ഷെ നിങ്ങൾ ഒരു ലക്ഷമൊക്കെ കണ്ടോ, കുറച്ച് കൂട്ടി കണ്ടോ. അപ്പൊ അത്രയും കൂട്ടി കണ്ടാതെ അങ്ങനെ നടക്കുന്നൊന്നും വിചാരിക്കേണ്ട, നടക്കും. അപ്പൊ നമ്മൾ ആ ഒരു സന്തോഷം പിന്നീട് അത് ഷെയർ ചെയ്യുന്നത് കാണുക. എന്നിട്ട് അതിന്റെ ആ പൈസ നിങ്ങളെ സെൽഫിന് യൂസ് ചെയ്യുന്ന പോലെയല്ല, അത് ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരാൾക്ക്, നമ്മളിപ്പോ ഒരു സാലറി കിട്ടി, അർഹിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക്, ദാരിദ്ര്യം പിടിച്ചിട്ട് വയ്യാണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു 10 രൂപ കൊടുത്താൽ പോലും അവർക്ക് ഭയങ്കര നേട്ടമായിരിക്കും. അത് അവരെ മുഖത്ത് വിരിയുന്ന സന്തോഷം അത് എപ്പോഴും മാറ്റി വെക്കണം കേട്ടോ. ജീവിതത്തിൽ ഞാൻ എൻ്റെ എല്ലായിടത്തും എൻ്റെ ഒരു ക്യാപ്ഷൻ പോലെ ഞാൻ കൊടുത്തിട്ടുള്ളതാണ്, നേടുന്നതിനേക്കാൾ നൽകുന്നതാണ് നേട്ടം എന്നുള്ളത്. നമ്മളിങ്ങനെ വാരിക്കൂട്ടി വെക്കുന്നതല്ല നമ്മളെ നേട്ടം. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും കൊടുക്കുന്നതാണ് നമ്മളെ നേട്ടം. ഞാൻ എത്ര പേരെ സഹായിച്ചു, ഞാൻ കാരണം എത്ര പേര് ഭൂമിയിൽ സന്തോഷിക്കുന്നു, ഞാൻ കാരണം എത്ര പേർക്ക് എന്തെല്ലാം കിട്ടി, നല്ലത് അനുഭവിക്കുന്നു എന്നതാണ് നമ്മളെ നേട്ടം. അത് നമ്മളിപ്പോ നൽകിയെന്ന് വിചാരിച്ചോ, പക്ഷെ അത് നൽകിയവന് തിരിച്ചറിയാൻ പറ്റിയില്ല, അവരിപ്പോഴും എന്തെങ്കിലും കാര്യത്തിൽ നമ്മളെ തെറ്റിദ്ധരിച്ച് ദുഃഖിക്കുകയാണ് ചെയ്യുന്നത് വെച്ചാൽ അത് അവരുടെ മൈൻഡ് സെറ്റ്. അത് തിരുത്താൻ നിങ്ങൾ നിൽക്കരുത്. നിങ്ങളായിട്ടിരിക്കുക. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ 100% ആയിരിക്കുക. എപ്പോഴും നമ്മൾ ഏറ്റവും ബെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പണം ആർക്കെങ്കിലും
ആത്മാർത്ഥമായൊരു നമുക്കൊരു പ്രാർത്ഥനയോ ഒരു ചിരിയും വരുന്ന ഒരാൾക്ക് അത് കൊടുക്കുമ്പോൾ അതിന്റെ ഗുണം അതാണ് നമ്മളെ നേട്ടം. അല്ലാതെ ഈ പൈസ കിട്ടിയതല്ല നമ്മളെ നേട്ടം. ആ പൈസ കിട്ടിയതിനേക്കാൾ വലിയൊരു നേട്ടമാണ് അതിൽ നിന്നൊരു പങ്ക് അർഹിക്കുന്ന ആർക്കെങ്കിലും. അത് പണമായിട്ട് കൊടുക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾ ഒരാൾക്ക് ജോലി കൊടുക്കുന്നതായാൽ മതി. നിങ്ങളൊരു സംരംഭമാണ് തുടങ്ങുന്നത് എന്ന് വിചാരിച്ചാൽ അതിൽ നിന്ന് ഒരു ജോലി ഒരാൾക്ക് കൊടുക്കുന്ന സമയത്ത് അവരുടെ കുടുംബം രക്ഷപ്പെട്ടു. അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ പീരീഡ്സിന്റെ ടൈമിൽ ചിന്തിച്ചാൽ 100% വർക്കൗട്ട് ആവും. കാരണം അനുഭവിച്ചറിഞ്ഞ ആ ഒരു ഫീലിങ്സിലാണ് ഞാൻ പറയുന്നത്. അതിന്റെ അനുഭവിച്ച് ഞാൻ എന്താണ് അതിൽ നിന്ന് അങ്ങനെ നേടിയത് എന്നുള്ളത് വഴിയെ വഴിയെ ഞാൻ വീഡിയോസിൽ പറയാട്ടോ. എന്നുവെച്ചാൽ നമ്മളിപ്പോ ഇങ്ങനെ ഞാൻ ഒരാളെ ഒറ്റയ്ക്ക് ഇരുന്ന് വൺ മാൻ ഷോ പോലെ ഇങ്ങനെ പറയല്ലേ, അത് കുറെ അധികം നേരം കേൾക്കുമ്പോൾ ബോറടിക്കും. അതുകൊണ്ട് പാർട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്റെ ജീവിതത്തിൽ ഈ ആർത്തവ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ഞാൻ ധ്യാനിച്ചിരുന്നിട്ട് ഞാൻ എന്താണ് നേടിയത് എന്നുള്ളത്. ഞാൻ നേടിയത് എന്റെ ജീവിതത്തിലെ മഹത്തായ കാര്യങ്ങളാണ്. എനിക്ക് എന്നും നിലനിൽപ്പിലുള്ള ഒരു കാര്യങ്ങൾ അത്രയും വലിയത്, അതിൽ കൂടുതലൊന്നും ദൈവത്തിന് ഇനി എനിക്ക് തരാൻ പറ്റൂല എന്ന് തോന്നിപ്പോവും. അത്രയും മഹത്തായ കാര്യങ്ങൾ ഞാൻ നേടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളെ പീരീഡ്സിനെ സ്നേഹിക്കുക, അത് നിങ്ങളെ ബ്ലെസ്സിങ് ആയിട്ട് കരുതാം. പീരീഡ്സ് ആവുമ്പോ എന്തുകൊണ്ടാ ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സ്ഥലം എനിക്ക് കറക്റ്റ് അറിയില്ല. എവിടെയോ ഒരു ക്ഷേത്രമുണ്ട് പീരീഡ്സ് ആയാലും പോകുന്ന ക്ഷേത്രം. അത് നമ്മളിപ്പോ ഒരു വിഗ്രഹം അല്ലെങ്കിൽ ഒരു ക്ഷേത്രം അതിലൊരു പുനഃപ്രതിഷ്ഠ നടത്തുന്നു, അല്ലെങ്കിൽ ഒരു വിഗ്രഹം വെച്ച് ആരാധിക്കുന്നു. ആ വിഗ്രഹം എന്ന് പറയുന്നത് ഒന്നുകിൽ എന്തെങ്കിലും ലോഹമായിരിക്കും, അല്ലെങ്കിൽ ഒരു കല്ലായിരിക്കും. ആ കല്ലിൽ എന്തെങ്കിലും ഒരു രൂപം കൊത്തിയെടുത്തിട്ടോ അല്ലെങ്കിൽ പ്രത്യേക തരത്തിൽ എന്തെങ്കിലും ഒരു ചിലത് വാള് വെച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു രൂപം ഒരു സങ്കല്പം വെച്ചിട്ടാണ് നമ്മൾ ആരാധിക്കുന്നത്. ഈ ഒരു കല്ല് നമ്മൾ അതിനുള്ളിൽ വെച്ച് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ശ്രീകോവിലുകൾ എപ്പോഴും ഭയങ്കര കുടുങ്ങിയിട്ടായിരിക്കും അല്ലെ, ഭയങ്കര വിശാലമായിട്ട് വിഗ്രഹത്തിന് ചുറ്റും ഒരുപാട്. നമ്മളെ ഗുരുവായൂർ ക്ഷേത്രം നോക്ക്, വെച്ചാൽ അത്രയും വലിയ ബിൽഡിങ്ങും കാര്യങ്ങളും ചുറ്റമ്പലവും ഒക്കെ ഉണ്ട്, സ്ഥലം ആ അമ്പലത്തിനുണ്ടെങ്കിലും ശ്രീകോവിൽ എന്ന് പറയുന്നത് അതിനൊരു ചുറ്റളവുണ്ട്. ഒരു വിഗ്രഹത്തിന് ചുറ്റിലും ഇത്ര സ്പേസ്, അതിനുള്ളിൽ കൂടിപ്പോയ 2 പേർക്കൊക്കെയാണ് നിൽക്കാൻ പറ്റുള്ളൂ. ആ വിഗ്രഹവും ആ പൂജാരി എന്നെ കുറച്ച് കുനിഞ്ഞ് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടല്ലേ നിൽക്കുന്നത്. അപ്പോ അങ്ങനെ അത്രയും ഒരു സ്പേസേ ആ ഒരു അമ്പലത്തില് ശ്രീകോവിലിനുള്ളിൽ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഈ ഒരു കല്ല് അല്ലെങ്കിൽ എന്താണോ നമ്മൾ സങ്കല്പത്തിന് വെക്കുന്നത് അത് അവിടെ വെച്ചിട്ട് നമ്മൾ ഈ ശ്രീകോവിലേക്ക് കൊണ്ടുപോകുന്നത് എന്തൊക്കെയാ അത് ആലോചിച്ച് നോക്കുക. പനിനീര്, പൂക്കള്, അല്ലെങ്കിൽ ചന്ദനത്തിന്റെ തണുപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദനം ചാർത്തുക എന്നൊക്കെ ചെയ്യുന്നില്ലേ, ചന്ദനത്തിനൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും. അപ്പൊ അതുപോലെ എന്തെങ്കിലും പൂക്കളായിരിക്കും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. പിന്നെ എന്താ ക്ഷേത്രത്തില് ശ്രീകോവിൽ ഉണ്ടാവുക, പനിനീരുണ്ടാവും, പിന്നെ നല്ല സ്മെല്ല് അല്ലെ, ധൂപം, ആ വിളക്കിന്റെ തിരിന്റെ ചൂട്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ആ ഔഷധമുള്ള ആ ഒരു അന്തരീക്ഷം, നിറയെ വിളക്കും കാര്യങ്ങളൊക്കെ കത്തിച്ചു വെച്ചിട്ട് അതിനകത്ത് അതിങ്ങനെ ജ്വലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ദീപത്തിന്റെ ആ ഒരു പ്രഭയും ചൂടും പ്രകാശവും, അതിനോടൊപ്പം തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പുകയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും പുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിന്റെ ഉള്ളിൽ ഈ ഒരു കുഞ്ഞി സ്ഥലത്ത് അങ്ങനെ കിടക്കുകയാണ്. ഇത് ആ ഒരു ഇതിന് എന്തോ ഒരു ശക്തി ഉണ്ടാവും, ആ ഒരു ഊർജം ഉണ്ടാവും അല്ലെ, അത് ആ കല്ലിനൊരു പ്രത്യേകത കൊടുക്കുന്നുണ്ടാവും. അതായത് ഞാൻ വിചാരിക്കുന്ന കാര്യമാണ്, നമുക്കിപ്പോ എപ്പോഴും ചിന്തിക്കും ഈ വടക്ക് നോക്കി യന്ത്രം, നമ്മളിപ്പോ ഒരു കാന്തം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെക്കുമ്പോഴാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടുക അല്ലെങ്കിൽ തെന്നിപ്പോവുക. വടക്ക് നോക്കി യന്ത്രം ഭൂമിയിൽ എവിടെ കൊണ്ടുവച്ചാലും അതിന്റെ മുഖം എപ്പോഴും വടക്കോട്ട് നോക്കിയിരിക്കും. അത് ഭൂമിയായിട്ട് എവിടെയാണ് കണക്ട് ആയിരിക്കുന്നത്, എവിടെയാണ് ശരിക്കും അത് കണക്റ്റഡ് ആയിട്ടുള്ളത് വടക്ക് നോക്കി യന്ത്രം എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും. കാരണം ഭൂമിയായിട്ട് എവിടെ, അത് വയർലെസ് ആയിട്ട് ചെറിയൊരു സാധനമല്ലേ വടക്ക് നോക്കി യന്ത്രം. അപ്പം നമ്മളത് കോമ്പസ് എന്ന് പറയുന്നത് അത് വെച്ച് കഴിയുമ്പോൾ അത് വടക്കോട്ട് മാത്രമാണ് നോക്കുന്നത്. അപ്പൊ ഭൂമിക്ക് എന്തോ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ഇതൊക്കെ ഭൂമിശാസ്ത്രം പഠിക്കുന്നവരൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് ഇതൊന്നും അറിയില്ല, അല്ലാതെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഭൂമിക്ക് ഒരു മാഗ്നറ്റിക് ഫ്ലക്സോ എന്തോ ഒരു കാര്യം ഉണ്ടാവും. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും സർവ്വചരാചരങ്ങൾക്കും ഈ ഒരു സംഭവം ഉണ്ടായിരിക്കണം. അപ്പോ നമ്മൾ പറയും കിടക്കുന്ന സമയത്ത് അങ്ങോട്ട് കിടക്കണം ഇങ്ങോട്ട് കിടക്കണം, അതൊക്കെ ഈ ഒരു ഇതിന്റെ ഒരു വലയം സഞ്ചരിക്കുന്നതോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു തരംഗം നമ്മളിലേക്ക് എത്തുന്നതിന്റെ ഒക്കെ ഒരു കണക്ക് വെച്ചിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. നമ്മള് വടക്ക് നോക്കിയന്ത്രം വടക്കോട്ട് നോക്കുന്ന പോലെ നമ്മളെ ശരീരത്തിനും ഉണ്ടാവും അതുപോലെ. ഈ ഒരു ഫ്ലെക്സിൽ നിൽക്കുന്ന സംഭവമല്ലേ നമ്മള് ഓരോ ഒബ്ജക്റ്റും. ഇതിൽ നിന്നും പുറത്തേക്ക് ഇങ്ങനെ എന്താ പറയാ വിസരിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവും.
ഇതൊക്കെ തമ്മിൽ നല്ലൊരു രീതിയിലാവുമ്പോഴായിരിക്കും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് മാജിക്കലായിട്ട് സംഭവിക്കുന്നുണ്ടാവുക. അതേപോലെ നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ അന്തരീക്ഷത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ അതിനുള്ളിൽ ആ ഒരു ഒബ്ജക്ഷനെ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പൊ അതിനൊരു ഊർജ്ജമുണ്ട്, ഒരു പോസിറ്റീവ് ഊർജ്ജം അതിനുണ്ടാവും. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, ഒരു പീരീഡ്സ് ആയ സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഊർജ്ജം എന്ന് പറയുന്നത് അത്രത്തോളം മഹത്തായ ഒരു ഊർജ്ജമാണ്. നമ്മൾ ക്ഷേത്രത്തിൽ പോയി ഈ ഒരു ഇതുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ശ്രീകോവിലിന്റെ നേരെ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഈ ഫ്ലെക്സിൽ എവിടെയോ എന്തോ വ്യതിയാനം സംഭവിക്കുന്നുണ്ടാവും. അതായത് നമ്മൾ ആ ഒരു ഊർജം അതിലേക്ക് പോകുമ്പോൾ അതായത് നമ്മള് പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് മറ്റുള്ള വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചൂടും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ചൂട് മാത്രമാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ അനുഭവിച്ചറിയാൻ പറ്റുന്നത്. അതേപോലെ എന്തോ ഒരു ഊർജം നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഊർജവും ഈ ക്ഷേത്രത്തിനകത്തുള്ള വിഗ്രഹത്തിലെ ഊർജവും തമ്മിൽ എന്തോ ഒരു ക്ലാഷ് സംഭവിക്കുന്നുണ്ടാവാം. നമ്മൾ ഇത്രയും കാലം അതിനുള്ളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു ഊർജം അത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ സ്ത്രീകളോട് ക്ഷേത്രത്തിൽ പോവരുത് പീരീഡ്സ് ആയാലെന്ന് പറയുന്നുണ്ടാവാം. അതായത് മനസ്സിലായോ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായോ? ഇത് ഞാൻ വേറൊരു അത് തന്നെ ഇതായിരിക്കാം ചിലപ്പം ശാസ്ത്രം. പക്ഷെ എന്താ പറയാ, നിങ്ങളുടെ ശരീരത്തിൽ വലിയൊരു ഊർജ്ജം ഉള്ളത് കാരണം ക്ഷേത്രത്തിലിരിക്കുന്ന ദൈവം ഇറങ്ങിപ്പോവും. കാരണം അതിനേക്കാൾ വലിയൊരു ശക്തി അവിടെ വരുന്നത് കൊണ്ട് ദൈവം ഇറങ്ങിപ്പോവാണ്, അതുകൊണ്ട് നിങ്ങൾ പോവരുത് എന്ന് പറയും, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങൾ തൊട്ട് അശുദ്ധമാക്കി കഴിഞ്ഞാൽ ആ ശക്തിക്ക് എന്തെങ്കിലും സംഭവിക്കും. അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുക, അതുകൊണ്ട് നമ്മൾ പോവാതിരിക്കും. അപ്പൊ ഇതായിരിക്കും നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അതായിരിക്കും കാരണം. അപ്പോ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എപ്പോഴും അത് കുറെ പേര് കമന്റിൽ ചോദിച്ചിട്ടുണ്ട്, ആർത്തവ സമയത്ത് ലളിതാ സഹസ്രനാമങ്ങൾ ചൊല്ലാൻ പാടുണ്ടോ എന്നുള്ളത്. എനിക്കറിയില്ല. എന്റെ ജീവിതത്തില് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ലളിതാ സഹസ്രനാമങ്ങനെ ഞാൻ എത്ര കൺട്രോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും എന്റെ നാവിൽ ഇങ്ങനെ തുരുതുരാ വന്നുകൊണ്ടിരിക്കും. എനിക്കത് തടസ്സപ്പെടുത്താൻ പറ്റുന്നില്ല. കാരണം എനിക്ക് ഈ പീരീഡ്സിന്റെ ടൈമിലാണ് ഏറ്റവും കൂടുതൽ ഈശ്വര വിചാരവും നാമങ്ങൾ ചൊല്ലാൻ വരുന്നതും ഒക്കെ. അത് കാരണം എനിക്കറിയില്ല, അങ്ങനെയാണ് ഞാൻ ചൊല്ലുന്നത്. അപ്പൊ പീരീഡ്സ് ഉള്ള സമയത്ത് എനിക്ക് ലളിതാ സഹസ്രനാമം ഞാൻ പോലും അറിയാണ്ട് എന്റെ നാവ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളിൽ എത്ര പേർക്ക് ഇത് ഞാൻ പറയുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങള് ഞാൻ ആ ഒരു +1 മുതൽ എന്റെ അടുത്തുനിന്ന് തെറ്റു പറ്റിയോ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഇവിടെ വരെ ഈ ഒരു ചിന്താഗതി എത്തിയത് കേട്ടോ. അപ്പോ നമ്മള് സ്ത്രീകൾക്ക് റെസ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ സ്ത്രീകള് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ ശരിക്കും ഒരു ദൈവികതയുള്ള ആളുകളാണ്. ആർത്തവ സമയത്ത് സ്ത്രീകൾ ഒരു ദൈവത്തോട് തുല്യം നിൽക്കുന്ന ആളുകളാണ്. അത് മനസ്സിൽ വെച്ചാ മതി, നമ്മൾ എല്ലാ പെയിനും അതിൽ നിന്ന് മാഞ്ഞു പോകും. അത് ആലോചിച്ച് നോക്കൂ അങ്ങനെ. അപ്പൊ നമുക്ക് ഈ പീരീഡ്സ് വരുമ്പോൾ ഒരു സന്തോഷമായിരിക്കും, അടുത്ത പീരീഡ്സ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പായിരിക്കും. കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കുക, 28 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് പീരീഡ്സ് വരിക എന്നാ പറയാം. ഈ 28 എന്ന് പറഞ്ഞ നമ്പറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം നമ്മളൊരു ചന്ദ്രമാസം എന്നൊക്കെ പറയുന്നത് അങ്ങനെ കറങ്ങി ഇപ്പുറത്തെത്തുമ്പോൾ ഒരു കുഞ്ഞു ജനിച്ചിട്ട് നൂലുകെട്ട് നടത്തുന്നുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ നടത്തുന്നത്? ആ ഒരു 28 ദിവസം ഒരു ചന്ദ്ര തിരിച്ച് ഇങ്ങോട്ട് എത്തുന്ന അത്രയും ദിവസങ്ങള് ആ കുഞ്ഞിനൊരു ദൈവ ചൈതന്യം അങ്ങനെ നിൽക്കാണ്. ആ കുഞ്ഞ് നമ്മൾ പുറത്തൊന്നും കാണിക്കൂല, എന്താ പറയാ, അങ്ങനെയല്ലേ കുഞ്ഞുങ്ങളെ ആ ഒരു ആദ്യത്തെ 28 ദിവസം നമ്മൾ ഇങ്ങനെ ഭയങ്കര ഒരു എന്തോ ഒന്നിനെ പൊതിഞ്ഞു നിർത്തി പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് നമ്മൾ നിൽക്കുക. അതിനുശേഷമാണ് കുട്ടീനെ ഒരു പൊട്ടോ കണ്ണോ അല്ലെങ്കിൽ ഒരു നൂലുകെട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതേപോലെ ഈ ഒരു ദിവസത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ടാ വേറെ ഏതെങ്കിലും ദിവസം എന്നുള്ള രീതിയിൽ. അപ്പൊ ഇതിൽ എന്തെങ്കിലുമൊക്കെ വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ട്, പീരീഡ്സിൽ നിങ്ങൾക്ക് കറക്റ്റ് ഓർഡർ ആയിട്ട് വന്നില്ല, അല്ലെങ്കിൽ പ്രഗ്നന്റ് ആവാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ PCOD, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സ് വെച്ചാൽ മാറ്റാൻ പറ്റും. അതെനിക്ക് അത്രയും വിശ്വാസമാണ്. കാരണം ഒരു പ്രസവം നടക്കുക എന്ന് പറയുന്നത് നമ്മളെ മനഃശക്തി കൊണ്ട് വിചാരിച്ച പോലെ മനസ്സിൽ കണ്ട പോലെ ഒരു പ്രസവം എനിക്ക് നടന്നിട്ടുണ്ടെങ്കിൽ, പ്രസവം നടക്കൂല അല്ലെങ്കിൽ ഈ കുഞ്ഞ് ഈ ഗർഭപാത്രത്തിൽ തുടർന്ന് പോകൂല എന്ന് ഡോക്ടർമാർ ഉറപ്പിച്ച് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ ഞാൻ ഈ ഒരു യൂട്രസ് വെച്ച് നോർമൽ ഡെലിവറി നടന്നിട്ടുണ്ടെങ്കിൽ, ഒരു കുഞ്ഞു മാത്രമേ ഉണ്ടാവും, എനിക്ക് പറയുമ്പോൾ ശരിക്കും എന്റെ കണ്ണ് നിറയും. കാരണം ഞാൻ അത്രയും ബ്ലസ്ഡ് ആയിട്ട് തോന്നിയ 2 കാര്യങ്ങളാണത്. കാരണം ഞാൻ ഏറ്റവും അഭിമാനിക്കുന്നത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു യൂട്രസ് ആണ് എനിക്ക് തന്നത്. ആ യൂട്രസ് വെച്ചിട്ട് ഞാൻ 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹത്തായ ഒരു
വാക്കുകൊണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ കുറഞ്ഞു, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഈ പീരീഡ്സിന്റെ ടൈമിൽ നമ്മളെ ശരീരത്തിൽ ആ ഒരു പ്രോസസ് നടക്കുന്ന സമയത്ത് മനസ്സുകൊണ്ട് നിങ്ങൾ ചിത്രം കണ്ടിട്ടുണ്ടോ? അത് നടന്നിരിക്കും. അതുകൊണ്ട് ഓരോ പീരീഡ്സ് വരുമ്പോഴും നിങ്ങൾ ആശ്വസിക്കുക. നിങ്ങൾക്ക് പീരീഡ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിനെ ശപിക്കുകയല്ല. പലരും PCOD വന്നിട്ട് എന്തൊരു കഷ്ടമാണ്, ഇത് എന്തൊരു കുന്തമാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പറയരുത് കേട്ടോ. കാരണം നമ്മളെ മനസ്സിന്റെ ഒരു എന്താ പറയാ, മനസ്സിങ്ങനെ ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് ആ യൂട്രസിനെ തന്നെ മനസ്സിൽ വിചാരിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രാർത്ഥന ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതെനിക്ക് 100% ഉറപ്പുണ്ട്. നിങ്ങളോട് ഞാനിത് പറയുമ്പോൾ ആർക്കെങ്കിലും ഇത് ഹൃദയത്തിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് അതിന്റെ പേരിൽ കുഞ്ഞുങ്ങൾ ഇല്ലാതിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിൽ തട്ടും. അവരോട് ഞാൻ പറയാ, നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പരീക്ഷിച്ചു നോക്കരുത്. ഇത് നടക്കുമോ നോക്കട്ടെ, ഇവളിത് പറഞ്ഞല്ലോ. സംശയം ഉണ്ടെങ്കിൽ ഭക്തി ഉറച്ചു നിൽക്കൂല. ഭക്തി ഉറച്ചു തന്നെ നിന്നിട്ട് എന്തൊക്കെ സംഭവിച്ചാലും ഇതെന്റെ ലാസ്റ്റ് ചാൻസ് ആണ്, ഇതിൽ ഞാൻ ജയിച്ചിരിക്കുന്നത്. നിങ്ങൾ ആ ഒരു റിസൾട്ടില് നിങ്ങൾ ചെയ്തു നോക്കുന്നതിന് മുന്നേ നിങ്ങൾ 100% ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾ ആ മനസ്സിന്റെ സമർപ്പണം പോലെ ഇരിക്കും. ഇത്ര ഉറപ്പോട് കൂടി ഞാൻ വേറൊരു കാര്യവും ഞാൻ നമ്മളെ ചാനലിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് 100% നിങ്ങൾ മനസ്സിൽ ഓരോ പീരീഡ്സിനും ഇതിങ്ങനെ മനസ്സിൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടിയിരിക്കും. അതിൽ ഞാൻ ഗ്യാരണ്ടി നിൽക്കാണ്. അത്ര ഗ്യാരണ്ടി ഞാൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്റെ അനുഭവമാണ് എനിക്കിത് മനസ്സിലാക്കി തന്നത്. കാരണം എനിക്ക് ചുറ്റിലും ഒരാള് പോലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മീൻസ് സ്നേഹവും പ്രൊട്ടക്ഷനും കെയറും ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ചിന്താഗതിയിൽ എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്റെ കൂടെ ആർക്കും ധൈര്യമില്ലായിരുന്നു. ആർക്കും ധൈര്യമില്ല മീൻസ് എല്ലാവർക്കും ഒരു പേടിയായിരുന്നു എന്റെ പ്രഗ്നൻസി, എന്റെ ഡെലിവറി. എല്ലാവരും ഒരു ഭയത്തോടു കൂടി കണ്ടൊരു കാര്യമാണ്. പക്ഷെ ഡോക്ടേഴ്സ് പോലും ഒരു ഗ്യാരണ്ടി തന്നിട്ടില്ല, ഒരാളും തന്നിട്ടില്ല. അത് വന്നാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ അടുത്തുനിന്ന് എന്റെ ഒരൊറ്റ മനസ്സിന്റെ ബലത്തില്, കാരണം ഞാൻ വിചാരിച്ചത് എന്താന്ന് വെച്ചാൽ ഈ ഒരു യൂട്രസില് ഒരു ജീവന്റെ തുടിപ്പ് തന്നത് ദൈവമാണ്. എന്തോ ഒരു ശക്തി. ഞാനൊരു സ്ത്രീയായി ജനിച്ചു, എനിക്കൊരു യൂട്രസ് ഉണ്ട്, അതിനൊരു വൈകല്യം തന്നതും അതിലേക്കൊരു കുഞ്ഞിനെ തന്നതും ഒരു ശക്തിയാണ്. അപ്പൊ ഇത് എനിക്ക് തന്ന ടാസ്ക് ആയിട്ട് ഞാൻ കണ്ടു. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ വീഡിയോയില്, അതെന്റെ ഒരു ടാസ്ക് ആയിട്ട് ഞാൻ കണ്ടു. ആ ടാസ്കിൽ ഞാൻ വിചാരിച്ച എന്താണെന്നറിയോ? കാണിച്ചപ്പോൾ ഡോക്ടേഴ്സ് ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത്, സ്കാനിങ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോ പറഞ്ഞത്, യൂട്രസ് ഇങ്ങനെ ആയതും പോരാഞ്ഞിട്ട് എനിക്ക് ഓവേറിയൻ സിസ്റ്റ് ഉണ്ട്, മാത്രമല്ല കുഞ്ഞ് ട്യൂബിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇത് നടക്കൂല. കുട്ടിക്കാണ് മരണം സംഭവിക്കുക, നീയാണ് ഇല്ലാതായി പോവുക, കുഞ്ഞിനേക്കാൾ പ്രയോറിറ്റി നിനക്കാണ് എന്നൊക്കെയാ പറഞ്ഞത്. പക്ഷെ അപ്പോഴും ഞാൻ വിചാരിച്ച എന്താണെന്നറിയോ? നമ്മളെ രാജേന്ദ്ര ഹോസ്പിറ്റലില് ഡോക്ടർ ഷീല നൂനയൊക്കെ, ആ മാഡം ഒക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ട്, ഒരു അമ്മമേനെ പോലെയാണ് എനിക്ക് ആ ഡോക്ടറൊക്കെ. അവരൊക്കെ എന്നോട് സ്നേഹവാത്സല്യം കൊണ്ട് എന്നെ ഇങ്ങനെ പിടിച്ചിട്ടാ പറഞ്ഞത്, മോളെ ഇത് ഇത്രയും റിസ്ക് ആണ്, നിന്റെ ജീവന് ഭീഷണിയാണ്. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ച എന്താന്ന് വെച്ചാ, എന്റെ ജീവൻ അത് നിലനിർത്താൻ വേണ്ടി ഈശ്വരൻ തന്നൊരു ജീവനെ ഞാൻ എന്തായാലും ഇല്ലായ്മ ചെയ്യില്ല. ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട്, ഒരു ജീവന് വേണ്ടിയിട്ട് എന്റെ ജീവൻ ഞാൻ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ ഞാൻ എടുക്കുന്ന തീരുമാനത്തോടു കൂടി ഞാൻ ഇല്ലാതായി പോയാൽ എനിക്ക് ഒരു സങ്കടവും അതിലില്ല. പക്ഷെ ഞാൻ ആ കുഞ്ഞിനെ, എന്റെ ജീവന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞാൻ എനിക്ക് തന്നൊരു വരദാനത്തെ ഞാനായിട്ടില്ലായ്മ ചെയ്യില്ല. എനിക്കെന്തോ പറ്റൂല, എനിക്ക് ആ കുഞ്ഞിനെ ഞാനായിട്ട് ഇല്ലാണ്ടാക്കുക എന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത് പോയി പോവോ, അങ്ങനെയാണെങ്കിൽ പോകുമ്പോൾ പോയി പോട്ടെ, അത് ദൈവത്തിന്റെ തീരുമാനമാണ്. അത് നഷ്ടപ്പെടുവാണെങ്കിൽ നഷ്ടപ്പെട്ടോടെ, അത് ആ സമയത്ത്. പക്ഷെ ഞാനായിട്ട് അറിഞ്ഞുകൊണ്ട് എന്റെ ശരീരത്തിലുള്ള ഒരു ജീവന്റെ തുടിപ്പിനെ ഞാൻ ഇല്ലായ്മ ചെയ്യൂലെന്ന്. അത് എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് ഏറ്റവും വലുത് അതായിരുന്നു, ഞാൻ അതില്ലായ്മ ചെയ്യൂല. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഞാൻ എപ്പോഴും എന്തോ ഒരു ധ്യാനത്തിലിരിക്കും. എനിക്ക് ധ്യാനിക്കാനൊന്നും കറക്റ്റ് ഇപ്പോഴും അറിയില്ല കേട്ടോ. ധ്യാനം ഞാൻ ഇരിക്കുന്നതിനെ പറ്റിയും മനസ്സുകൊണ്ടുള്ള ആ ഒരു ഇതിനെ കുറിച്ചും മാത്രമാണ് പറയുന്നത്. ശരിയായ ധ്യാനം എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ അങ്ങനെ ഇരുന്നിട്ട് ഞാൻ എന്റെ പ്രസവമായിരുന്നു ആ സമയത്ത് അത്രയും ഞാൻ കണ്ടത്. അതിന്റെ വിശേഷങ്ങൾ നമുക്ക് പിന്നെ പറയാട്ടോ, അതെല്ലാം കൂടെ ഡെലിവറി സ്റ്റോറി ആയിപ്പോ. അപ്പൊ എനിക്ക് എന്റെ 2 പൊന്നു മക്കളെയാണ് ദൈവം തന്നത്. അത് ഞാൻ നേടിയെടുത്തത്, എനിക്കത് ഒന്നും പറയാനില്ല. അതുകൊണ്ട് ആരെങ്കിലും ഇതേക്കുറിച്ച് വിഷമിക്കുന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ചെയ്യാം. പിന്നെ നമ്മള് കുഞ്ഞുങ്ങളില്ലാത്ത അമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്. അപ്പോ അവരെ അമ്മമാര് തന്നെ കേട്ടോ ഞാൻ പറയുന്നത്, അതിന് കാരണമുണ്ട്. അപ്പൊ പ്രസവിക്കാൻ കഴിയാത്ത കുറെ ആളുകളുണ്ട്. അവരൊക്കെ അയ്യോ ഞാൻ പ്രസവിച്ചില്ലല്ലോ, എനിക്കൊരു അമ്മയാവാനുള്ള ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് കരയരുത് കേട്ടോ.
നിങ്ങളും ഭാഗ്യവതികളാണ്. അത് ഇപ്പൊ എന്തായാലും ഞാൻ ഒരുപാട് സംസാരിച്ചു. അത് നമുക്കൊരു വീഡിയോ ആയി തന്നെ ഈ പ്രസവിക്കാത്ത അമ്മമാരെ പറ്റി, അതായത് അവര് പ്രസവിച്ചിട്ടില്ല എങ്കിലും ഞാൻ അവരെ വിശേഷിപ്പിക്കുന്നത് അമ്മമാര് എന്ന് തന്നെയാണ്. അപ്പൊ അവരും മഹത്തായ ജീവനാണ്, മഹത്തായ ജന്മങ്ങളാണ്, പ്രസവിക്കാൻ കഴിയാത്തവരും. അപ്പൊ അവരെ കുറിച്ച് നമുക്കൊരു വീഡിയോയിൽ സംസാരിക്കാം. ഇതിപ്പോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ എല്ലാവരും ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിപരീത അഭിപ്രായങ്ങൾ ഉണ്ടാവും, അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ കേട്ടോ. പക്ഷെ സ്നേഹത്തോടെ പറയണമെന്നേ ഉള്ളൂ, ഹേർട്ട് ചെയ്ത് പറയരുത്. അത് ഒരു റിക്വസ്റ്റ് ആണ്. ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവും, അതുകൊണ്ടാണ്. പക്ഷെ അത് ആ ഒരു നേരത്തേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, പിന്നെ അതെന്റെ മനസ്സിലുണ്ടാവില്ല. എല്ലാ സങ്കടങ്ങളും അങ്ങനെ തന്നെ കുറച്ചു നേരം ഉണ്ടാവും, പിന്നെ അതിനെ ഞാൻ അതിന്റെ വഴിക്ക് വിട്ടേക്കും. അപ്പൊ എല്ലാരും കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്താണോ ഈ ഒരു ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു അത് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ടോപ്പിക് ആയിട്ട് നമുക്ക് വരാം. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്, ഇത്രയും നേരം എന്നെ കേട്ടിരുന്നില്ലേ എല്ലാവർക്കും.